അവർക്കൊന്നും പറ്റിയൊരു സംഭവമല്ല. അവർക്ക് വയ്യായികകളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ രേണുസൂതി മാത്രം വരെ നോക്കൂത്തി പോലെ കളിക്കുന്നു, CCTV പോലെ കളിക്കുന്നു. ഇതിനെ പറ്റി ചേച്ചിനെ ചോദിക്കാനുള്ളത് ഞാൻ പറയാം, നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതി ചോദിക്കുമോ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത്. ചേച്ചിക്ക് അറിയാലോ, ചേച്ചി അവിടെ നിന്ന് വന്നാണല്ലോ. എനിക്കറിയണമെങ്കിൽ ഒറ്റ വാക്ക് പോരാ, ഒറ്റ വാക്കിലൊന്നും പറയാം. രേണുസൂതി എന്തുകൊണ്ട് അങ്ങനെ കളിക്കുന്നു? രേണുസുതിക്ക് ഒരുപാട് ഇതുണ്ട്. രേണുസുതി സാധാരണക്കാരിയിൽ നിന്നും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർക്കൊന്നും പറ്റിയൊരു സംഭവമല്ല അത്. കാരണം അവരുടേതായ രീതിയിൽ അവർക്ക് വയ്യായികകളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ. ഞാൻ ചോദിച്ചു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി, ഇത് എന്നെക്കാട്ടും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. രേണുസുതിന്റെ ഞാൻ പറയില്ല. ചേച്ചി ഇനി തിരിച്ചു കയറാനൊരു ഒരു വൈൽഡ് കാർഡ് കിട്ടിയ തിരിച്ചു കയറും. ഇങ്ങനെ ഇതേപോലെ ഗെയിം ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഗെയിം മാറ്റി അങ്ങനെ ചെയ്യാന്നുള്ളത്. കട്ട് ചെയ്ത് പറഞ്ഞ അതാണ് മാറ്റി കളിക്കാനാണെങ്കിൽ ഇത് മറ്റേ ഇത് ചോദിച്ചില്ല. അല്ല, മാറ്റി കളിക്കാനാണെങ്കിൽ വൈൽഡ് കാർഡിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു ചേച്ചിയുടെ അടുത്ത്. അല്ല, എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ലാലേട്ടനോട് പറഞ്ഞ പോലെ ഒരു 10 പേര് കലാഭവൻ സരികനാണെങ്കിൽ ഒരു 20 പേരും കൂടെ അറിയണം. 20 അല്ല, ഇപ്പൊ 30-40 അറിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പൊ ഇനിയും പോയിട്ട് വെറുതെ ചളപ്പളാവണ്ട. അനുമോളുടെ കരച്ചിൽ ഇഷ്ടമാണോ? അനുമോളുടെ എല്ലാം ഇഷ്ടമാണ്, കരച്ചിലും ചെയ്യും. എങ്ങനെയുണ്ട് ഗെയിം പ്ലേ? ഞാൻ പറഞ്ഞില്ല, അപ്പൊ നിങ്ങൾ ഒറ്റ ഇന്റർവ്യൂല് തീർക്കേണ്ട പരിപാടിയാണോ? അല്ല, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു 20 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മിമിക്രി, പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിട്ട് പുറത്തുള്ള ഷോസ് ചെയ്തിട്ട് ഇതേ കൊച്ചിൻ എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ഞാനിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാലം എനിക്ക് ഉണ്ടാവുമെന്ന്. ഞാൻ അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ട് പോയത്. അപ്പോൾ അതെന്തായാലും എനിക്ക് സാധിച്ചു. ഞാൻ വന്നപ്പോൾ ഇത്രയും പേര് എന്നെ കാത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു. കാരണം ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഭയങ്കര ഹാപ്പി. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അല്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് വരുന്നതാണ് ഞാനും എൻ്റെ ഫാമിലിയും ഒക്കെ വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൂടുതൽ കാണാൻ കാത്തിരിക്കുന്നത് ഇറങ്ങിയതിന് ശേഷം ഫാമിലി ഇത് അവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ആഞ്ജനേയനും ഉണ്ട്, ദിലീപേട്ടനും ഉണ്ട്. ആദ്യം ഫോൺ കിട്ടിയിട്ട് സംസാരിച്ചപ്പോൾ എന്താ അവർ പറഞ്ഞു? ഇല്ല, ഏറ്റവും വലിയ സത്യം എന്താ വെച്ചാൽ എനിക്ക് ഫോണില്ലായിരുന്നു. ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫോണിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ദിലീപേട്ടനായിട്ടും അവിടെ നിന്ന് വേറുള്ളവരുടെ ഫോൺ വാങ്ങിച്ച് സംസാരിച്ചു. ദേഷ്യമോ? വ്യക്തിപരമായിട്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ബാക്കി എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ തടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ രക്ഷപ്പെട്ടു. 7ന്റെ പണി തന്നെയാണല്ലോ. 7ന്റെ പണിയായിരുന്നു. കാരണം കോസ്റ്റ്യൂം തന്നെ 7ന്റെ പണിയായിരുന്നല്ലോ. കാരണം ഈ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ 100 ഡേയ്സിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവരും. പക്ഷെ അവര് അതിന്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു. അവർ 100 ഡേയ്സ് കോസ്റ്റ്യൂം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരോടും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരോടും വിട പറയാണ്ട് ഇങ്ങനെ ബാക്കി കൂടി നല്ല കാര്യം എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ യാത്ര പറയേണ്ട ഒരു രംഗം വരുമ്പോഴത്തേക്കും എല്ലാവരും കരച്ചിലും ബഹളവും ആയിരിക്കും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഭയങ്കരമായിട്ട് ബാക്കി പിന്നെ പറഞ്ഞ ബാക്കി നമുക്ക് ഇരുന്ന് പറയാം. ഇതിപ്പോ എന്താ, ഞാൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് എത്രയോ ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് കാണത്തില്ല. ഞാൻ പറയാം നിങ്ങൾക്ക് ഓരോരുത്തർ അതാ ഞാൻ പറഞ്ഞു ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാൻ. ലാസ്റ്റ് ചോദ്യം, ഈ സരിക ഹോട്ട് സീറ്റിൽ ഇരുത്തിയപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് പുറത്ത് ചേച്ചിക്ക് ആദ്യം ഭയങ്കര ഒരു ഇതായിട്ടാണ് വന്നത്. ഇപ്പൊ അത് സരികനോട് പറഞ്ഞ പ്രശ്നം തീർത്ത്. പക്ഷെ അതിപ്പോ ചേച്ചി ഇറങ്ങുമ്പോ എന്തായിട്ട് പറയുന്നത്? കാരണം ഞാനൊരു സാധാരണക്കാരി, എനിക്ക് ഒരു സാധനം വരുമ്പോ അപ്പൊ തന്നെ പ്രതികരിക്കണല്ലോ. ഞാൻ ആലോചിച്ച് ഇതൊരു നമുക്ക് ഈ ഗെയിമിന് അങ്ങനെ ആരും പറയിപ്പിച്ചു. ഞാനൊന്ന് ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് ഞങ്ങളെ കോലറിയാം. ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫേസും ഒക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നല്ലേ. ഇല്ലില്ല, അത് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കാരണം എനിക്ക് തന്നെ അറിയായിരുന്നു ഈ ഒരാഴ്ച ഞാൻ പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തത്. ഇറങ്ങിയപ്പോ ഏറ്റവും മിസ് ചെയ്യുന്ന അക്ബറിനെയും വേറൊരു പുള്ളിക്കാർ ശരിക്കും മിസ് ചെയ്യുമോ? എനിക്ക് അവരൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൂ. അല്ലാതെ അവരെ നമ്മൾ ആ വീട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്നും യാതൊരുവിധ മിസ്സിങ് എനിക്ക് പല ഏജിലുള്ള പല
കാറ്റഗറിയിലുള്ള ആളുകൾ ഒരുമിച്ചുള്ള ഇതൊക്കെ അവരെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഇന്റർവ്യൂ വരും കുറെ ആൾക്കാരോട് കാത്തിട്ടുണ്ട് അല്ലല്ല അതിന്റെ ഒരു ഭീകര പല ഏജിലുള്ള ആളുകളായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു, പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. ശരിക്കും ഇതിനൊക്കെ എങ്ങനെയാ കാണുന്നത് ആസ് എ പേഴ്സൺ സ്വന്തം ഗെയിം വെച്ച്? അല്ല ഞാൻ ചോദിക്കണം, ഒരു കുടുംബത്തിൽ എത്ര ഒരേ പ്രായത്തിലുള്ള ആൾക്കാരല്ലല്ലോ. പിന്നെ വീട്ടിൽ പ്രായ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചെറിയ ആഞ്ജനേയനുണ്ട്, ദിലീപേട്ടനുണ്ട്. അതുപോലെ തന്നെ അവിടെ അങ്ങനെ തന്നെ ഒരേ പ്രായത്തിലുള്ളവരുടെ കൂടെ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് ഞാൻ പറയില്ല, അങ്ങനെ ഇപ്പം വേണ്ട. ലാസ്റ്റ് ഇന്റർവ്യൂലേ പറയുന്നത്. ചേച്ചി ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നത്തില് ആര്യം കാണിച്ച സ്റ്റേറ്റ്മെന്റിൽ ചേച്ചി ഉണ്ടായിരുന്ന പ്രശ്നത്തില് അത് ഞാൻ പിന്നെ അതെനിക്കെന്തറിയോ, എന്റെ പ്രശ്നം ഞാൻ പറയട്ടെ. എനിക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള, കാരണം ചിലതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാം കുറച്ചല്ലേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അല്ല, അത് ഒറ്റ വാക്കി പറഞ്ഞാൽ വീണ്ടും അത് കൺഫ്യൂഷൻ ആവും. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്തോ, നമ്പർ വാങ്ങിച്ചോ. അല്ലല്ല, കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ആര്യനുണ്ടായ റെന ഫാത്തിമ ചേച്ചി ഉണ്ടായിരുന്നു ആ ചിരിച്ചപ്പോഴത്തേക്കും. അത് ഒറ്റ വാക്കിൽ തീർക്കാൻ പറ്റുന്ന കാര്യം അല്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാം. എവിടെ ചിരി തുടങ്ങി എങ്ങനെ ഒക്കെ ഡീറ്റെയിൽ പറയണമെന്നുണ്ട്. ഇതിപ്പോ നിങ്ങളെ ആവശ്യം മാത്രമല്ല, എനിക്ക് എല്ലാ എപ്പിസോഡിന്റെയും നിങ്ങളുടെ ക്വസ്റ്റ്യനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് രേണുസുതി ഒളിച്ചിരുന്ന് കളിക്കുന്നത് ചേച്ചിക്ക് എന്തോ അങ്ങനെ പയ്യെ കളിച്ച് കയറുന്ന ഒരാളായിട്ടാണ് ചേച്ചിക്ക് രേണുസുതിയായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആണോ? അത് മാത്രം പറയുകയാണെങ്കിൽ രേണു ഈ പറഞ്ഞതുപോലെ ഞാൻ പറയാ കുറെ പറ്റി പറയുമ്പോ ഞാൻ അനീഷ് ഒരു കോമൺ ആയിട്ട് വന്നതാണ്, അയാളുടെ ഗെയിമിംഗ് അടിപൊളി സൂപ്പർ. പിന്നെ അവരൊക്കെ അതിനായിട്ട് വന്നതാ, അവരൊക്കെ ഓരോ ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർ. പെട്ടെന്ന് പുറത്താവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്, കാരണം ചേച്ചിക്ക് അവിടെ മോശമായിട്ട് കളിച്ച വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അല്ല, അത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ പറയില്ല, ഞാൻ ഇവിടുന്ന് പോകുമ്പോ അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ ഇതിപ്പോ ഞാൻ എല്ലാം പറയും, ഞാൻ ഇത് പറയാം. രേണുസൂദിന്റെ എന്തുകൊണ്ട് രേണുസൂദി ഇങ്ങനെ കളിക്കണം? കാരണം ലാലേട്ടന്മാർ ഇന്നലെ പറഞ്ഞത് രേണുസൂദി മാത്രം വരെ നോക്കൂത്തി പോലെ കളിക്കുന്നു, CCTV പോലെ കളിക്കുന്നു. ഇതിനെ പറ്റി ചേച്ചിനെ ചോദിക്കാനുള്ളത്? ഞാൻ പറയാം, നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതി ചോദിക്കും, മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത്. എനിക്കറിയണമെങ്കിൽ ഒറ്റ വാക്ക് പോരാ, ഒറ്റ വാക്കിലൊന്നും പറയാം രേണുസൂദി എന്തുകൊണ്ട് അങ്ങനെ കളിക്കുന്നു. രേണുസുതിക്ക് ഒരുപാട് ഇതുണ്ട്. രേണുസുതി സാധാരണക്കാരിയിൽ നിന്നും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർക്കൊന്നും പറ്റിയൊരു സംഭവം അല്ല അത്. കാരണം അവരുടേതായ രീതിയിൽ അവർക്ക് വയ്യായികകളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി, ഇത് എന്നെക്കാട്ടും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. രേണുസുതിന്റെ ഞാൻ പറയില്ല. ചേച്ചി ഇനി തിരിച്ചു കയറാനൊരു ഒരു വൈൽഡ് കാർഡോട് കിട്ടിയ തിരിച്ചു കയറും. ഇങ്ങനെ ഇതേപോലെ ഗെയിം ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഗെയിം മാറ്റി അങ്ങനെ ചെയ്യാന്നുള്ളത് കട്ട് ചെയ്ത് പറഞ്ഞ അതാണ്.